MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, Kollam. My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റമളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹുവിൻ കാരുണ്യം ചൊരിയും റമളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകരുമായ കേരളക്കരയുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട ഉസ്താദ് AM നൗഷാദ് ബാഖവി അവർകൾ അൽബയാൻ പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലഹരിയും കുടുംബവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ലഹരിയുടെ പിടിയിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കാം എന്ന വിഷയം ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. എൻ്റെ മുമ്പിൽ നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, അവിടെ മക്കൾ എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ റമളാൻ്റെ രാത്രിയല്ലേ, എത്രയോ ഇജാബത്തുള്ള എത്രയോ മലക്കുകൾ ആമീൻ പറയുന്ന രാത്രിയാണ്. അതുകൊണ്ട് കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല കബൂലാക്കട്ടെ. റമളാൻ പടച്ചോൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. MK ഫാബ്രിക്സ് എന്ന മഹത്തായ വസ്ത്രവ്യാപാര ശൃംഖല അണിയിച്ചൊരുക്കുന്ന അൽ ബയാൻ എന്ന വിജ്ഞാനപ്രദവും പഠനാർഹവും മനസ്സിന് ആത്മീയമായ പരിവേഷവും പ്രഭയും നൽകുന്ന മനോഹരമായ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ റമളാനാണ്. രാത്രിയിൽ ഈ ഉപദേശം ഇങ്ങനെ കേൾക്കുക, അതിനുശേഷം കുറച്ച് ഖുർആൻ ഓതുക, കുറച്ച് ഉറങ്ങുക, കുറച്ച് നിസ്കരിക്കുക, അതൊക്കെ നമുക്ക് വലിയ ഗുണം നൽകുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ മക്കളോട് കള്ളിനെക്കുറിച്ച് ലഹരിയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, അതിൽ നിന്നും മാറാൻ പറയുമ്പോൾ അതിനെ ഹിക്കുമത്ത് ഉപയോഗിച്ചിട്ട് വേണം പറയാൻ. ഒരിക്കലും മക്കളോട് ചാടിക്കേറിയിട്ട് നീ കള്ളുകുടിയനാണ്, നീ ഒരു കഞ്ചാവടിയനാണ്, നീ ക്ലാസ്സിലിരുന്ന് ഉറങ്ങി, നീ മറ്റതുപയോഗിച്ചു, നീ ചുണ്ടിനടിയിൽ അങ്ങനെ വെച്ചു, ഇതൊന്നും പെട്ടെന്ന് കയറി എടുത്തടിച്ചതുപോലെ പറയരുത്. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ഇതിലൊന്നും പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയുമ്പോൾ ഉമ്മയും വാപ്പയും എന്നെ അങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കി അവരങ്ങനെ പോവും. ചില ഭാര്യമാരങ്ങനെയാണ്, തീരെ കള്ളു കുടിക്കാത്ത ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് ഊതിക്കേ എന്ന് നോക്കിയിട്ട് ഭയങ്കര പരിശോധനയാണ്. എന്നാൽ പിന്നെ അവളെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഒരിക്കലും കള്ളു കുടിക്കാത്ത അയാൾ പിന്നെ കള്ളുകൂടി തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഓവർ സ്മാർട്ടായിട്ട് മക്കളെ നന്നാക്കാനും കുടുംബത്തെ നന്നാക്കാനും അൽബയാനും വാക്കവിയൊക്കെ ഇറങ്ങാണെന്ന് പറഞ്ഞു കൂടെ അങ്ങനെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടത്തിലേക്ക് ചെന്ന് വീഴും. അതുകൊണ്ട് ഹിക്മത്ത് വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു നമുക്കറിയാലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞതുപോലെ അനുസരിച്ചില്ലെങ്കിൽ അവൻ്റെ തലവെട്ടും. ശക്തമായ നിയമമാണ്. ഒരു നീതിക്ക് പൊറുതികേട് വരുന്ന ഒന്നും അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വെച്ചതാണ് കവികൾ. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാം ഉമറിൻ്റെ വരവിനൊത്ത്, ഹക്കൊത്ത മുഹമ്മദിന് ശിരസ്സെടുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്നുറപ്പിച്ച്. ഒരുപാടുണ്ട്, പക്ഷേ നമുക്ക് ആ പാട്ട് പാടിയിരുന്നാൽ നമുക്ക് ഈ വിഷയം പറഞ്ഞു തീർക്കാൻ പറ്റൂല. ഉമർ റളിയല്ലാഹു വരുമ്പോൾ മക്കാ മണ്ണിലെ പർവ്വതങ്ങൾ കിടുകിട വിറച്ചു പോയിട്ടുണ്ട് എന്നാണ്. ആ ഉമർ റളിയല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കാത്തവർ അനുസരിക്കാത്തവർ ആ മണ്ണിൽ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കള്ളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
വിദേശിയായ ഒരു ചെറുപ്പക്കാരൻ ദീൻ പഠിക്കാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ നാട്ടിലെത്തി. എല്ലാവരെയും വിളിച്ചിരുത്തി കള്ളിൻ്റെ അപകടങ്ങൾ, കള്ളു കുടിക്കരുത്, അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാവരും തിരിച്ചുപോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന ആളാണ്. ഇന്നത്തെ ഭരണാധികാരികളെ പോലെ കാര്യം കഴിയുമ്പോൾ കുംഭ വീർപ്പിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന സ്വഭാവമായിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് കുടിലിലാണ് ഭക്ഷണം കിട്ടാത്തത്, ആരാണ് മഴ നനയുന്നത്, ആരാണ് പണിക്ക് പോകാതെ രോഗിയായി കിടക്കുന്നത് ഒക്കെ അന്വേഷിക്കാൻ പോകും. അവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് വേണ്ടത് ഉമറിൻ്റെ ഭരണമാണ് എന്ന്. തീർച്ചയായിട്ടും ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഈ സഹോദരൻ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് കള്ളു കുടിക്കാൻ ഇന്നലെ ക്ലാസ്സിന് വന്ന് തൻ്റെ ഉപദേശങ്ങൾ കേട്ടുപോയ ആ ചെറുപ്പക്കാരൻ കള്ളു കുടിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു എന്ന് ആ ചെറുപ്പക്കാരന് മനസ്സിലായി. പിന്നെ ആ യുവാവിന് വെപ്രാളം തുടങ്ങി. നാളെ എന്തായിരിക്കും ഉമറിൻ്റെ പ്രതികരണം? ചിന്തിക്കാൻ പറ്റൂല. ചിലപ്പോൾ സുബഹിക്ക് പള്ളിയിൽ വരുമ്പോൾ തലവെട്ടിയെടുക്കാൻ പറയും, ചിലപ്പോൾ എന്നെ നാട് കടത്തും, ചിലപ്പോൾ കെട്ടി തൂക്കിയിട്ട് തല്ലി ഉപദ്രവിക്കും. ഒക്കെ മനസ്സിൽ ചിന്തിച്ചു. കിടന്നുറങ്ങി, ഉറക്കം വന്നില്ല. സുബഹിൻ്റെ സമയത്ത് ആ യുവാവ് പള്ളിയിലേക്ക് വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു നോക്കി നിസ്കാരത്തിന് മുമ്പ്. ആ യുവാവിന് മനസ്സിലായി, ഇന്നത്തോടുകൂടി എൻ്റെ കഥ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എനിക്കിനി ഒരു നിമിഷം ഇവിടെ ജീവിക്കാൻ പറ്റൂല. നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ തലവെട്ടും എന്ന് ആ ചെറുപ്പക്കാരൻ സ്വയം തീരുമാനിച്ചു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിക്ഷാരീതികളൊക്കെ അങ്ങനെയാണ്. താൻ എത്രയോ കണിശമായി കള്ളിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അയാൾ ഇന്നലെ കുടിച്ചത് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ, അതുകൊണ്ട് ഇന്നെൻ്റെ തല പോകുമെന്ന് ഉറപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞു. നിസ്കാരത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു സാരോപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് കള്ളു കുടിച്ച ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്നെ ഒന്ന് പ്രത്യേകിച്ച് കാണണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു വിജനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ യുവാവ് നടന്നു ചെന്നു. അരികിലേക്ക് ചെന്നു. കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു, നീ ഇന്നലെ കള്ളു കുടിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇനി അത് ആവർത്തിക്കരുത്. അയാൾ പൊട്ടിക്കരഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി മരിക്കുവോളം കള്ളിൻ്റെ ഒരു ഭാഗവും ഒരു മേഖലയും ഒരു ശാഖയും ഞാൻ എൻ്റെ കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പിന്നീട് ഏറ്റവും വലിയ സ്വാലിഹായി നന്മയുള്ളവനായി മാറി. അബദ്ധത്തിൽ കോളേജിലോ സ്കൂളിലോ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് കുടിച്ചതോ ചുണ്ടിനിടയിൽ വെച്ചതോ മാതാപിതാക്കളായ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും തന്നെ വാളെടുത്ത് തലവെട്ടാനല്ല നിൽക്കേണ്ടത്. വളരെ തന്ത്രപരമായി നിങ്ങളുടെ കുടുംബത്തിൽ ബോധവും അറിവൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത്, നാട് മുഴുവനും കത്തിക്കാതെ ചെറിയ രീതിയിൽ പറഞ്ഞ് വളരെ കൗൺസിലിംഗ് നടത്തുന്നത് പോലെ പടിപടിയായി ആ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ മുഴുക്കുടിയനായി കഞ്ചാവിനടിമയായി പോലീസ് പത്രത്തിലൊക്കെ പിന്നീട് വരും 20 കിലോ കഞ്ചാവുമായി പിടിയിൽ. ആ മുഖം ഇങ്ങനെ നോക്കുമ്പോൾ അതിനിടയിൽ നിങ്ങളുടെ മക്കളുണ്ടാവും. പേടിക്കണം, ഭയപ്പെടണം. വളരെ തന്ത്രപരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഇല്ലെങ്കിൽ കരയേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് അള്ളാഹുലേക്ക് നടന്നുപോയ മഹാനാണ്. ആ മഹാൻ ചൊല്ലിയിരുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ ഈ യാത്ര നടത്തുന്ന എനിക്കും നിങ്ങൾക്കും വളരെ ഉപകാരപ്പെടും. ആ ദുആയാണ് ഇന്ന് ചോദ്യോത്തരങ്ങൾക്ക് ശേഷം പറഞ്ഞു തരുന്നത്. കാത്തിരിക്കുക. എഴുതിയെടുക്കാൻ പേനയും കടലാസും കൊണ്ടുവന്ന് വെക്കുക. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഹലോ. എങ്ങനെയുണ്ട്?
ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയാ? പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. ഉസ്താദ് എം നൌഷാദ് ബാക്കവി അവർകൾ അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന ഈ പ്രോഗ്രാം റമളാൻ 30 ദിവസവും രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം 4:30 ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽ ബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അശുദ്ധിയുടെ സമയത്ത് നോമ്പിനോടുള്ള ബഹുമാനം കൊണ്ട് അന്നപാനാദികൾ ഒഴിവാക്കി ക്ഷമിച്ചാൽ വലിയ കൂലിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? ചോദിച്ചിരിക്കുന്നത് മുബഷിറയാണ്, പട്ടത്ത് നിന്നും. വലിയ കൂലി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യൽ നിങ്ങളുടെ ഒരു കടമയല്ലേ? നോമ്പ് കാലത്ത് പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കുക. ഞാനിപ്പോൾ ആർത്തവ രക്തം പുറപ്പെടുന്ന പെണ്ണാണ്, അതുകൊണ്ട് എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞ് മക്കളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഹാളിൽ വന്നിട്ട് അങ്ങോട്ട് ചോറൊക്കെ ഇട്ട് അങ്ങോട്ട് മരച്ചീനിയും നല്ല ചൂരക്കറിയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ച് എന്താണത് ചെയ്യുക? ഞാൻ 4 മണിയാകുമ്പോൾ സിറ്റൗട്ടിൽ ഇറങ്ങി ഒരു ചായയും ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാ റമളാൻ മാസം എല്ലാവരും നോക്കുകയാണ്. താത്ത പറയാണ് എനിക്ക് മാസരക്തം പോവാണ്, അതുകൊണ്ട് നോമ്പില്ല, അതുകൊണ്ട് എന്തൊരു മോശമാണ്. നിങ്ങൾ ചെയ്യാൻ കഴിയുമോ? റമളാൻ മാസത്തിൽ രോഗികൾ പോലും, ഇപ്പോൾ എനിക്ക് അനുഭവമുണ്ട്. RCCയിലെ ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതാണ്, ഭർത്താവ് ക്യാൻസറാണ്, അഡ്മിറ്റാണ്. റമളാൻ മാസത്തിൽ ഡോക്ടർ പറഞ്ഞിട്ട് പോലും അയാൾ പകൽ ഭക്ഷണം കഴിക്കണില്ല. അയാൾക്ക് കഴിക്കേണ്ട ആഹാരമുണ്ട്, കാര്യമായി കഴിച്ചുകൂടെങ്കിലും കുറച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ ആഹാരം ഉണ്ടാവുമല്ലോ, അതുപോലും കഴിക്കുന്നില്ല. അയാൾ പറയുന്നത് റമളാൻ എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ആനന്ദമാണ്, ഞാൻ അത്രമേൽ റമളാനിനെ കൊണ്ട് നടന്നയാളാണ്. ഇപ്പോൾ ക്യാൻസർ ആയതുകൊണ്ട് എനിക്ക് ആ റമളാൻ മാസമാകുമ്പോൾ ആഹാരം ഇറങ്ങണില്ല, പകൽ മരുവ് കഴിഞ്ഞാൽ കഴിക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. അങ്ങനെ ആകുമ്പോൾ ചെറിയ നമുക്ക് നോമ്പ് നിർബന്ധമില്ല. അള്ളാഹു നമ്മുടെ ശരീരത്തിന് തന്നിരിക്കുന്ന പ്രകൃതിപരമായ പെണ്ണിൻ്റെ ശാരീരികമായ രീതിയിലുള്ളൊരു കാര്യമാണല്ലോ അത്. അപ്പോൾ അത് നോമ്പ് നിർബന്ധമില്ല. പക്ഷേ അവിടെ നമ്മൾ ഈ ആദരവ് നോമ്പിനോട് കാണിക്കണം. ഭക്ഷണം പകൽ സമയത്ത് അങ്ങനെ വ്യാപകമായി കഴിക്കാതെയും ഒരു പക്ഷേ എന്തെങ്കിലും വെള്ളം കുടിക്കുകയോ കഴിക്കുകയോ ചെയ്താൽ ആരും അറിയാതെ രഹസ്യമായി ചെയ്തുകൊണ്ട് മഗ്‌രിബ് വരെ നോമ്പിൻ്റെ പകൽ സമയത്തിനോടുള്ള ആ റമളാൻ എന്ന മാസത്തിനോടുള്ള വലിയ ബഹുമാനം കാണിച്ചാൽ അള്ളാഹു തീർച്ചയായിട്ടും കാരുണ്യവാനായ റബ്ബ് വലിയ പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ്. പലിശയുടെയും ഹറാമിൻ്റെയും കാലത്ത് എങ്ങനെയാണ് വിശ്വസിച്ച പള്ളിയിലെ കഞ്ഞി കുടിക്കുക? സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് ഒഴിവാക്കുന്നതിൽ തെറ്റുണ്ടോ? ചോദിച്ചിരിക്കുന്നത് കടയ്ക്കൽ നിന്നും ഒരു സഹോദരനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മഹല്ലുകളുടെ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കഞ്ഞിയുടെ പൈസയൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വലിയ പലിശക്കാരെയും ഒരുപാട് പൈസ കിട്ടുമെന്നും പറഞ്ഞ് വലിയ മുതലാളിമാരെന്നൊക്കെ പൈസ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് പാവങ്ങൾ ഇവിടെ ഒന്ന് കഞ്ഞി കുടിക്കുന്നതാണ്. അവരുടെ അന്നത്തിലേക്ക് ഈ പലിശയുടെ ഭക്ഷണം ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, അതിപ്പോൾ എങ്ങനെയാണ് നമ്മളങ്ങ് കഴിച്ചാൽ പോരെ, നമ്മൾ അറിയണില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അന്വേഷിക്കാമല്ലോ, നമുക്ക് അന്വേഷിക്കാനുള്ള വഴികളുണ്ട്. ഇന്ന് ആരാണ് പള്ളിയിൽ കഞ്ഞി കൊടുക്കുന്നത്? നമ്പർ 1 ബ്ലേഡ് കമ്പനിക്കാരനായിരിക്കും. ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ പള്ളിയിൽ കഞ്ഞി കൊടുക്കുമ്പോൾ ഒരുത്തരും അവിടെ നിന്ന് കുടിക്കാതെ അങ്ങനെ പോകണം. കമ്മിറ്റിക്കാരങ്ങനെ ഇരിക്കണം. അല്ലാഹുവേ ഞങ്ങൾ പെട്ടുപോയില്ലടാ ഹോജ, അങ്ങനെ ഇരിക്കണം. ഇതങ്ങനല്ല. നമുക്കെന്താണ് ആ സമയത്ത് നമ്മളങ്ങനെ നമ്മുടെ ഈമാൻ പ്രകടമാക്കിയാൽ നമുക്ക് എന്തൊരു ഇസ്സത്താണ് ഉണ്ടാവുക. അപ്പോൾ മനഃപൂർവ്വം ഒരാളെ നമ്മൾ കരുവാരി തേക്കരുത്. പച്ചയായി ഹറാമാണ് എന്നറിയുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. ഈ രീതിയിലുള്ള
പിന്നെ വേലത്തരങ്ങൾ ചെയ്യരുത്. അള്ളാഹു തആല ശ്രദ്ധിക്കാൻ തൗഫീഖ്. ശ്രദ്ധയാണ് വേണ്ടത്, പിന്നെ നിയ്യത്തുമാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ആഹാരം കിട്ടി, അള്ളാഹു ഞാൻ പരമാവധി പരിശ്രമിച്ചു, അന്വേഷിച്ചു, കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ എന്തെങ്കിലും ഹറാമുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് നീ ഇത് ഹലാലാക്കി തരണം. ഒരു പാവപ്പെട്ടവനാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ച് ഹറാമിലൊന്നും പെടാതെ ജീവിക്കുന്നവനാണ്. ഈ നോമ്പിന് പള്ളിയിൽ വന്ന് കഞ്ഞി കുടിച്ചില്ലെങ്കിൽ പിന്നെ വിഷമാവും, ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ട് കുടിക്കുകയാണ് റബ്ബേ എന്നൊക്കെ നിങ്ങൾക്ക് കരുതാം. എല്ലാം അറിയുന്നവൻ അള്ളാഹു അല്ലേ, പടച്ചവൻ എല്ലാ കാരുണ്യവാനാണ് അള്ളാഹു. അള്ളാഹു നിങ്ങളുടെ ഹൃദയം കാണുന്നവനാണ്. ഞങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ കാണുന്നതിനേക്കാൾ അള്ളാഹ് കാണുന്നതാണ്. അതുകൊണ്ട് വലിയ ഇസ്സത്ത് അള്ളാഹു നിങ്ങൾക്ക് തരും. സംഘാടകരൊന്ന് ശ്രദ്ധിക്കുന്നതും മഹലിലെ ഖത്തീബുമാർ സംഘാടകരോട് ഈ വിഷയത്തെ ഗൗരവത്തിൽ ഒന്ന് ഉണർത്തുന്നതും നല്ലതാണ്. റമളാനിൽ ചില പിരിവുകാർ വീട്ടിൽ വന്നിട്ട് കൊടുക്കുന്നത് കുറവായതിനാൽ പുച്ഛഭാവത്തോടെ പോകുന്നത് കാണാം. ഇത് തെറ്റല്ലേ? കൊടുത്തത് കുറഞ്ഞതിൻ്റെ പേരിൽ നോമ്പിൻ്റെ കൂലി കുറയുമോ? ചോദിച്ചിരിക്കുന്നത് ലത്തീഫ് ഹാജിയാണ്, കൊല്ലത്ത് നിന്ന്. കൊടുത്തത് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നേണ്ട കാരണം എന്താണ്? അപ്പോൾ ഒരുപാടുള്ളത് കൊണ്ടല്ലേ. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പം ഞാൻ പറയട്ടെ ഉദാഹരണം, എൻ്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ, മൊത്തം 1000 രൂപ വീട്ടിലുള്ളൂ. ഒരാൾ പിരിവിന് വന്നു, ഒരു 50 രൂപ ഞാൻ കൊടുക്കുകയാണ്. അത് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ കയ്യിൽ 1000 ഉള്ളൂ. അപ്പോൾ 50 കൊടുത്തത് എന്നെ ഇപ്പോൾ കൂടുതലല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ശരിക്കും സ്വതക്ക ചെയ്യുന്ന ആളായതുകൊണ്ട് 50 കൊടുത്തു. അയാൾക്ക് കുറവായിട്ട് തോന്നട്ടെ, അയാൾ പുച്ഛം കാണിക്കട്ടെ, എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് കുറവായിട്ട് തോന്നരുത്. കാരണം 1000-ൽ ഈ ഒരു 50 മാന്യമായൊരു സ്വതക്കയാണെന്ന് നിങ്ങൾ കരുതുകയാണ്. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് പൈസ അടുക്കളയുടെ കുപ്പികളിലും മേശയിലും ബാങ്കിലും ഒക്കെ ഉണ്ട്, പേഴ്സിലും ഉണ്ട്, ഭർത്താവിൻ്റെ പാൻറ്റിൻ്റെ പേഴ്സിലുണ്ട്, ഷർട്ടിൻ്റെ പേഴ്സിലുണ്ട്. താത്താക്ക് പിന്നെ അടുക്കളയിൽ പല പാത്രത്തിലും പൈസ, 100 ഇതിൽ, 50 ഇതിൽ, 500 ഇതിൽ, ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് നമ്മൾ ഈ രോഗിക്ക് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഒരു 10 രൂപ എൻ്റെ വീട്ടിലുണ്ടാവും, അതിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് കൊടുക്കുമ്പോൾ കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് തോന്നും. തന്നവനറിയാം നല്ല പൈസ വീട്ടിലുണ്ടെന്ന്, കുറഞ്ഞു പോയെന്ന് അവനും തോന്നും. അപ്പോൾ ചെറിയ പുച്ഛഭാവകവും കാണിക്കും. വലിയ വീടൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്നൊക്കെ ഒരു മുഖത്തൊക്കെ ഒരു അടയാളമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അവൻ പോകും. അതിനെ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഈ കൊടുക്കുന്നവന് പ്രതിഫലം തരുന്നതും കാണിക്കുന്നവന് ശിക്ഷ കൊടുക്കുന്നതൊക്കെ അള്ളാഹുവാണ്, അൽ ജവാബല്ല, അൽ ബയാനും അല്ല. അപ്പോൾ അതുകൊണ്ട് അത് അള്ളാഹുലേക്ക് വിടാനേ പറ്റൂ. നിങ്ങളുടെ മനസ്സ് ഇന്നമൽ അഅ്മാൽ ബിന്നിയ്യാത്ത്, നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കണമോ തള്ളിക്കളയണമോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഭംഗി കണ്ടിട്ടല്ല, നിങ്ങളുടെ ഹൃദയം കണ്ടിട്ടാണ്. നിങ്ങളുടെ ഹൃദയം കണ്ടിട്ടാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ഈ അൽബയാനിൽ അൽ ജവാബിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം അല്ല കാണുന്നുണ്ട്. ഇത് വെറും സാമ്പത്തിക മോഹത്തിനാണോ? അതല്ല കുറേ ആളുകൾ ഇത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതൊക്കെ അള്ളാഹുവിനറിയാലോ നമ്മുടെ നിയ്യത്ത്. അതനുസരിച്ച് പടച്ചവൻ അതിന് കൂലി തരും. നിങ്ങളുടെ അമലും അങ്ങനെയാണ്, നിങ്ങളുടെ സ്വതക്കയും അങ്ങനെയാണ്. അപ്പോൾ കുറഞ്ഞു പോയി എന്ന് തോന്നാത്ത രീതിയിൽ കൊടുക്കുക. വാങ്ങുന്നവർ, നിങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ കുറേ നിയമം അതിനുണ്ട്. ഇപ്പോൾ നിങ്ങളല്ലാത്തത് കൊണ്ട് വാങ്ങിപ്പോകുന്നയാളിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ആ വിഷയത്തിൽ നിങ്ങളൊരു ഇതായി വിഷമിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ ഇരിക്കേണ്ട. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ ഭർത്താവ് ഉമ്മയുമായി പിണക്കത്തിലാണ്. കാരണക്കാരി ഞാൻ എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ അല്ല. ഞാൻ പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല. എന്താണ് ഇനി ചെയ്യുക? ചോദിച്ചിരിക്കുന്നത് ഫാത്തിമ മുഹമ്മദ് എരുമേലിയിൽ നിന്നും. കാരണക്കാരി നിങ്ങളാണ് എന്നെല്ലാവരും പറയുമ്പോൾ നിങ്ങളല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ബാധ്യതയാണ്. അതിന് അൽ ജവാബിലും അൽ ബയാനിലും കത്തെഴുതിയത് കൊണ്ടായില്ല. ധാരാളം അവസരങ്ങളുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയെ പിണക്കിയത് നിങ്ങളല്ല എന്ന് തെളിയിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. അങ്ങനെ ആ ജനങ്ങളുടെ ആ തെറ്റിദ്ധാരണ കൊണ്ട് മാറട്ടെ, പതിയെ പതിയെ മാറും. പിന്നെ രണ്ടാമത്, നിങ്ങൾ ഭർത്താവിനോട് ഒരു അഭിനയം എന്ന രീതിയിൽ പറഞ്ഞാൽ പോരാ. നിങ്ങൾ തൻ്റെ ഇടമുള്ള സ്വാലിഹത്തായ ഒരു ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിനോട് പറയണം, നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് നരകവും സ്വർഗവുമാണ്. ഉമ്മ കരഞ്ഞാൽ നരകവും ഉമ്മ ചിരിച്ചാൽ സ്വർഗവുമാണ്. അങ്ങനെ നരകത്തിൽ നിങ്ങൾ കിടക്കാൻ എനിക്കിഷ്ടമല്ല. നിങ്ങൾ നരകത്തിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിൽ ജീവിക്കുക? അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ജീവൻ്റെ ജീവനായിരിക്കണം. അത് കഴിഞ്ഞു മതി എനിക്ക് എന്തോന്ന് പറയാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും, പെണ്ണല്ലേ, പക്ഷെ പറയണം. അതല്ലേ ഹക്ക്, അതല്ലേ ശരി. യഥാർത്ഥത്തിൽ അതല്ലേ ശരി. ഉമ്മ കഴിഞ്ഞല്ലേ എല്ലാം ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് മനസ്സറിഞ്ഞ് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നിട്ട് ആ ഒരു തിരുത്തൽ നിങ്ങൾക്ക് കഴിയൂ, ഭർത്താവിന് കഴിയൂല. ഭർത്താവിന് കഴിയണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ഭർത്താക്കന്മാർ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ തിരുക്കൽ ഭാര്യയുടെ കയ്യിലുണ്ടാവും. എങ്കിലാണ് ഭർത്താവ് എന്ന് പറയുന്ന വണ്ടി ഓടുള്ളൂ. എത്ര മുതലാളിയാണെങ്കിലും, എത്ര സിനിമാ സ്റ്റാറുകളാണെങ്കിലും, എത്ര രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും, എത്ര അൽ ജവാബിലിരുന്ന് സംസാരിക്കുന്ന ആളാണെങ്കിലും, എത്ര പ്രഭാഷകരാണെങ്കിലും ഒരു ചെറിയ കയറ് ഭാര്യയുടെ കയ്യിലുണ്ടാവും.
നമ്മളെന്തൊക്കെ പ്രസംഗിച്ച് എന്തൊക്കെ നടത്തി അങ്ങനെ രാഷ്ട്രീയ പ്രസംഗം അങ്ങനെ എന്തൊക്കെ ചെയ്താൽ ഒരു ചെറിയ ചരട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഭാര്യമാരില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. അവരങ്ങനെ പറയും, അവർ ചിലപ്പോൾ ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയും, അവരങ്ങനെ തൻ്റെ ഇടമൊക്കെ കാണിക്കും. അവരെ നിയന്ത്രിക്കാൻ അവരുടെ ഉള്ളിൽ നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന, അവർ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ സ്ഥലത്തും നിയന്ത്രിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കഴിയും. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയെ ചേർത്ത് വെക്കാൻ, ഭർത്താവിൻ്റെ ഉമ്മയെ സ്നേഹമുള്ളവരാക്കാൻ, ഭർത്താവിൻ്റെ ഉമ്മയുമായി ചേർക്കാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്നത് നുണയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നടക്കും, 100% ഉറപ്പ്. അള്ളാഹു എത്രയും പെട്ടെന്ന് ആ ബന്ധം ഇണക്കി തരുമാറാകട്ടെ. ആമീൻ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. My wedding. My MK Fabrics, MK Road, Kollam. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ? അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and it's for party wears and salwars. First floor Chitrakar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. എനിക്കിനി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റുമോ? പണ്ട് എനിക്കിതുപോലൊരു ഇഞ്ചുറി വന്നപ്പോ എന്റെ കരിയർ നഷ്ടപ്പെടുന്നു ഞാൻ കരുതിയതാ. അന്ന് എന്നെ സേവ് ചെയ്യാൻ പ്രകൃതി ഉണ്ടായിരുന്നു. നിന്നെ സേവ് ചെയ്യാനും പ്രകൃതി കാണും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. ഉസ്താദ് AM നൗഷാദ് ബാക്കവി അവർകൾ അവതരിപ്പിക്കുന്ന അൽ ബയാൻ എന്ന ഈ പ്രോഗ്രാം റമദാൻ 30 ദിവസവും രാത്രി 11 മണിക്കും ഇടയത്താഴ സമയം 4:30 ഉണ്ടാകും. മറക്കാതെ കാണുക. ചോദ്യങ്ങൾ അയക്കാൻ പറയുമ്പോൾ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾക്ക് സഹായം വേണം, വീട് വെക്കുന്നു, അതുപോലെ കിഡ്നി മാറ്റി വെക്കുന്നു, സഹായിക്കണം, ഇത് ബാർകോഡാണ്, ഇത് അക്കൗണ്ട് നമ്പറാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്നേഹസാഗരം നടത്തുന്ന എന്നെയോ അല്ലെങ്കിൽ ജയ്ഹിന്ദിൻ്റെ പ്രോഗ്രാം നടത്തുന്ന ഹബീബിനെയോ ഒക്കെ കത്തെഴുതി അയച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പരിസരങ്ങളിൽ, നിങ്ങളുടെ മഹല്ല്, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, നിങ്ങളുടെ സംഘടന, അതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായ അത്തരം സഹായങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. ഇത്തരം ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കത് കാണുമ്പോൾ വിഷമാണ്. നിങ്ങളെ സഹായിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും, പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടാവും. ഈ യാത്രക്കിടയിൽ അത്തരം നെഗറ്റീവ് ചിന്തകൾ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആവശ്യപ്പെടരുത്. സ്നേഹസാഗരമൊക്കെ വലിയ ബാധ്യതകളുടെ മുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. മാസം 7 ലക്ഷം രൂപ എങ്ങനെ നോക്കിയാലും ചിലവ് വരുന്ന സംവിധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ പൊരുത്തപ്പെടണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷേ അതല്ലാതെ അതിനിടയിൽ പഠനാർഹമായ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കണം, നമുക്ക് മനസ്സിലാക്കണം, അങ്ങനെ ധാരാളം ഇന്നത്തെ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം, എത്രയോ ചിന്തനീയമാണ്. അള്ളാഹുവായി എഴുതി അറിയിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ എന്ന ആ മഹത്തായ സ്ഥാപനം തന്നെ ഒരു സിഗ്നേച്ചറായി കച്ചവടത്തിന് വേണ്ടി വരുന്ന, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന കസ്റ്റമറുടെ മനസ്സിൽ ഒരു സിഗ്നേച്ചറായി മാറുന്ന വിധത്തിലാണ് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര. തീർച്ചയായിട്ടും നാസറുദ്ദീൻ സാഹിബിനും കുടുംബത്തിനും എല്ലാ സന്തോഷവും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. കച്ചവടത്തിൽ ഇനിയും ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ഈ റമദാനിൽ ദുആ ചെയ്യുകയാണ്. 2ാം സമ്മാനം കൊടുക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബാണ്, അറഫ ഗോൾഡ്, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം കാണാൻ എന്തു ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, കുടുംബം എല്ലാവർക്കും അള്ളാഹു വലിയ വിജയം കൊടുക്കട്ടെ. മകൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ നേട്ടവും വിജയവും കൈവരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ആ കുടുംബത്തിന് പ്രദാനം ചെയ്യട്ടെ. 3ാം സമ്മാനം കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫീഖ് ഡോക്ടറുടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ഒരുപാട് രോഗങ്ങൾ കുമിള പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കാലുവേദനയും കൈവേദനയും ഷുഗറും മരുന്നില്ലാത്ത രോഗമെന്ന് ഡോക്ടർ പറഞ്ഞ രോഗങ്ങൾക്ക് പോലും പ്രകൃതിയിൽ വല്ലാത്ത സമാധാനവും ആശ്വാസവും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഡോക്ടറുടെ മികവ് തന്നെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ വരുന്ന രോഗികൾക്ക് സമാധാനവും സലാമത്തും കൊടുക്കട്ടെ എന്ന് കാര്യമായി ദുആ ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കാൻ, ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കാൻ, വിവാഹം കഴിഞ്ഞാലും കൊട്ടാര സമുച്ചയമായ വീടുകൾ നിർമ്മിച്ചാലും മാതാപിതാക്കളെ കൂടെ കൊണ്ട് നടക്കുന്ന, കൈക്കുമ്പിളിൽ വെച്ച് ഉമ്മയും വാപ്പയും നോക്കുന്ന മക്കളായി മാറാൻ, ലഹരിയില്ലാത്ത മക്കളാണെങ്കിൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് മഹാന്മാരെല്ലാം നന്മയുടെ വഴി തിരഞ്ഞെടുത്തപ്പോൾ ചൊല്ലിയിരുന്ന പ്രാർത്ഥന, പ്രത്യേകിച്ച് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നിരന്തരം ചൊല്ലിയിരുന്ന പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളത് ചൊല്ലണം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റള്ളിനി ബിഖലായിക വസബ്ബിർനി അലാ ബലായിക വഔസിഅനി ശുക്ര നിഅമായിക. അല്ലാഹുമ്മ റള്ളിനി ബിഖലായിക. അല്ലാഹുമ്മ റള്ളിനി ബിഖലായിക വസബ്ബിർനി അലാ ബലായിക വഔസിഅനി ശുക്ര നിഅമായിക. അല്ലാഹുമ്മ റള്ളിനി ബിഖലായിക. പടച്ചവനെ, നിൻ്റെ വിധിയിൽ എനിക്ക് നീ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നൽകണേ അല്ലാ. വസബ്ബിർനി അലാ ബലായിക. നിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. വഔസിഅനി ശുക്ര നിഅമായിക. നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഹൃദയം നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ റള്ളിനി ബിഖലായിക വസബ്ബിർനി അലാ ബലായിക വഔസിഅനി ശുക്ര നിഅമായിക. അള്ളാഹു ചൊല്ലാനും പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. മാഷാ അല്ലാഹ്, ഈ മനോഹരമായ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് MK ഫാബ്രിക്സ് കൊല്ലം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട നാസറുദ്ദീൻ, ഷറഫുദ്ദീൻ, നിസാറുദ്ദീൻ, ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ഒത്തൊരുമയും സ്നേഹവും എല്ലാ കാലത്തും അള്ളാഹു നിലനിർത്തട്ടെ. ഒരുമിച്ച് നിന്നാൽ ലോകത്ത് പലതും നമുക്ക് നേടാൻ കഴിയും. MK ഫാബ്രിക്സിലൂടെ തെളിയിച്ച കൂടപ്പറപ്പുകളാണവർ. അവിടെ കച്ചവടത്തിൽ, കുടുംബത്തിൽ വലിയ ഉന്നതങ്ങൾ അള്ളാഹു കൈവരിക്കാനുള്ള വാതിലുകൾ പടച്ചോൻ തുറന്നു കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അൽ ബയാനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ സംശയങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അൽ ബയാൻ, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുളം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അല്ലാഹ്, പരിശുദ്ധ റമദാനിൻ്റെ വിലപ്പെട്ട രാത്രികളിൽ ഞങ്ങളെ ദുആയിൽ നിങ്ങൾ മറക്കരുത്. ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്താൻ വേണ്ടി ഓടുന്ന പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ക്യാമറയാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുകൂടി അറിയിച്ച് നാളെ ഇതേ സമയത്ത് ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. MK
Fabrics, റംസാൻ മൊഴിമുത്തുകൾ. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK Fabrics, Convent Road, Kollam. My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.